അവരുടെ എക്സ്പീരിയൻസിൽ നിന്ന് വരുന്ന ഒരു ഇൻഫർമേഷൻസ് ഭയങ്കര അഡ്വാൻറ്റേജ് ആണ്. എനിക്ക് തോന്നുന്നു ഇനി ഭാവിയിലേക്കാണല്ലോ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും അത്. അറിയാം, പക്ഷെ ഒത്തിരി പുതിയ കാര്യങ്ങൾ അവര് ക്ലിനിക്കൽ ഫാർമസിസ്റ്റ് അവിടെ വർക്ക് ചെയ്തുകൊണ്ടുള്ള എക്സ്പീരിയൻസ് ചെയ്യുന്ന നോളജ് ഭയങ്കരമായിട്ട് അതെ അഡ്വാൻറ്റേജ് അതെ ആയിരുന്നു. അത് ഇനി ഫ്യൂച്ചറിലേക്കാണെങ്കിലും ഭയങ്കര ഉപകാരപ്പെടുന്ന രീതിയിലുള്ള നോളജ് ആയിരുന്നു. പ്രത്യേകിച്ച് ശരി. ആരിഫ് സാറിന്റെ ഹാരിക മാഡത്തിന്റെ സൂപ്പർ ആയിരുന്നു, അടിപൊളിയായിരുന്നു. ഹായ്, എല്ലാവർക്കും എലൈറ്റ് എക്സ്പെർട്ടൈസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ ഓപ്പറയുടെ സക്സസ് സെലിബ്രേറ്റ് ചെയ്യാനായിട്ടുള്ളത് സ്റ്റെബിനാണ്. കൺഗ്രാറ്റ്സ് സ്റ്റെബിൻ. ആദ്യം താങ്ക് യു. തന്നെ സ്റ്റെബിന്റെ ഓപ്പറയുടെ സക്സസിന്റെ ഭാഗമാകാൻ പറ്റിയതിൽ ഞങ്ങൾക്കും ഒത്തിരി സന്തോഷം. എങ്ങനെയുണ്ട്? എന്ത് ഫീൽ ആവുന്നു സ്റ്റെബിന്? എന്ത് വളരെ തോന്നുന്നു? സന്തോഷം, വളരെ സന്തോഷം. ഞാൻ ആക്ച്വലി പഠിക്കാൻ വരുന്ന സമയത്ത് ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു. എനിക്കറിയത്തില്ല ഇത് ഞാൻ DHA ക്ലിയർ ചെയ്തിട്ടുള്ള ആളാണ്, ദുബൈയിലായിരുന്നു. അപ്പം ഓപ്പറയെ പറ്റിയൊക്കെ ഒരു ഐഡിയ ഇല്ല. അപ്പോൾ വളരെ ടെൻഷനായിട്ട് തന്നെ ഇതിലോട്ട് വന്ന് എനിക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുമോന്ന്. പക്ഷെ വൺസ് റീച്ച് ആയി കഴിഞ്ഞപ്പോഴാണ് അതിന്റെ ഒരു കോൺഫിഡൻസ് കിട്ടിയത് ആക്ച്വലി. ശരി. ശരിക്കും സ്റ്റെബിൻ എവിടെ നിന്നാണ്? എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് എന്താണ്? ഞാൻ അമൃത സ്കൂൾ ഓഫ് ഫാർമസി കൊച്ചിന്നാണ് ബിഫാം എടുത്തത്. അതിനുശേഷം ഞാൻ ഒരു 4 years ട്രാവൻകൂർ മെഡിസിറ്റി കൊല്ലം ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് DHA ക്ലിയർ ചെയ്ത് ദുബായ് ആസ്ട്രോ ഹോസ്പിറ്റൽ മെഡിസിറ്റിയിൽ ഒരു 4 years വർക്ക് ചെയ്തു. പിന്നെ ഇപ്പം തിരിച്ച് നാട്ടിൽ വന്നു. ദുബായിലാണോ? അല്ലല്ല, കറന്റ് ഇപ്പൊ നാട്ടിലുണ്ട്. നാട്ടിലുണ്ട്. ശരി. അപ്പൊ എന്തുകൊണ്ടാ ഓപ്പറയിൽ അല്ലെങ്കിൽ ഓസ്ട്രേലിയ ചൂസ് ചെയ്യാനുള്ള കാരണം എന്താ? കാരണം ഞാൻ ദുബൈയില് ജോലി നല്ലതായിരുന്നു, പക്ഷെ ഒരു വർക്ക് ലൈഫ് ബാലൻസ് വളരെ മോശമായിരുന്നു. അപ്പം അങ്ങനെ ഉദ്ദേശിച്ചിട്ടാണ് മെയിൻലി ഒരു വെസ്റ്റ് ബംഗാളിലോട്ട് പോകണമെന്നൊരു ആഗ്രഹം. പിന്നെ എന്റെ സിബ്ലിങ്സ് ഒക്കെ അവിടെ ഉണ്ട്. സിസ്റ്റർ ഉണ്ട്, എനിക്ക് സിസ്റ്റർ ഓസ്ട്രേലിയൻ നേഴ്സാണ്. അപ്പോൾ അങ്ങോട്ട് പോകണമെന്നൊരു ആഗ്രഹം. അങ്ങനെയാണ് ഓപ്പറയിലേക്ക് വന്നത്. ഓക്കെ. ഇപ്പോ ഈ ഓപ്പറയുടെ പ്രിപ്പറേഷൻ തുടങ്ങുന്നതിന് മുന്നേ എന്തെങ്കിലും ഒരു കൺസേൺ ഉണ്ടായിരുന്നോ? ഞാനിപ്പോ ഓപ്പറ എടുത്താൽ എന്താവും അങ്ങനെ? അതെ, തീർച്ചയായും. എടുക്കുന്നതിന് മുമ്പ് ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു. ഇത് ഓസ്ട്രേലിയൻ ഫാർമസിസ്റ്റ് എക്സാം എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു എത്ര ഡിഫിക്കൽട്ട് ആണെന്നത് പിടുത്തവും ഇല്ല. അങ്ങനെ ആക്ച്വലി ഇതാണ് ചേരുന്നത് തന്നെ. അപ്പൊ ഞാനിങ്ങനെ ഇൻസ്റ്റാഗ്രാം വഴി കണ്ടായിരുന്നു ഈ എലൈറ്റ് എക്സ്പെർട്ട്, അങ്ങനെ കുറെ ഇൻസ്റ്റിറ്റ്യൂഷൻ കണ്ടായിരുന്നു. അപ്പം എലൈറ്റ് എക്സ്പെർട്ട് ഒത്തിരി വിജയശതമാനം ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പൊ എനിക്കൊരു കോൺഫിഡൻസ് തോന്നുന്നു, ഇതൊന്ന് കയറി നോക്കാം. അങ്ങനെയാണ് എലൈറ്റിലേക്ക് വരുന്നത്. പക്ഷെ ആക്ച്വലി ആദ്യത്തെ ഓറിയന്റേഷൻ ക്ലാസ് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്കൊരു മാഡം ഇങ്ങനെ പറഞ്ഞു, ഹാരിക മാഡം ഇങ്ങനെ പറഞ്ഞത്, അതായത് ഇത് കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി, പേടിക്കണ്ട, ഞങ്ങളുണ്ട്, ഇത് നിങ്ങൾ ക്ലാസ് ഫോളോ ചെയ്താൽ മതി. നമ്മൾ ഡൗട്ട് വരുമ്പോഴും മാഡം ഇങ്ങനെ പറയും, ക്ലാസ് ഫോളോ ചെയ്താൽ മതി, നിങ്ങൾ എന്തായാലും പാസ്സാവും. അതായിരുന്നു ആ ഒരു വാക്കിന്റെ പുറത്താണ് ആക്ച്വലി മുന്നോട്ട് പോയത് തന്നെ. ഇപ്പൊ എന്ന് മുതൽ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്ത്, അല്ലെങ്കിൽ എത്ര നാൾ എടുത്തു ഇതിന്റെ ഒരു പ്രിപ്പറേഷന് വേണ്ടിയിട്ട്? ഞാൻ ഏപ്രിൽ ക്ലാസ് ജോയിൻ ചെയ്തു. ശരിക്കും പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്ത് ജൂണിലാണ്. ആ ഒരു റിവിഷന്റെ ഒരു 40 ക്ലാസ്സസ് ഉണ്ട്. അതായിരുന്നു മെയിൻ ഒരു മൈൽ സ്റ്റോൺ ആയത്. അതുപോലെ തന്നെ എന്റെ എക്സാമിനാണെങ്കിലും ഒരു 50% to 60% ക്വസ്റ്റ്യൻസ് ആ ലാസ്റ്റ് 40 ക്ലാസ് ആയിരുന്നു. ആ ലാസ്റ്റ് 40 ക്ലാസ്സിൽ നിന്നാണ് മെയിൻ ആയിട്ട് എനിക്ക് സ്കോറിങ് കിട്ടിയത്. ഡെയിലി ഒരു 3 hours 1 hour ക്ലാസ്സും പിന്നെ 2 hours സെൽഫ് പ്രിപ്പറേഷനും കാര്യങ്ങളായിട്ട്. കറന്റ് വർക്കിംഗ്. വർക്കിന്റെ കൂടെയാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ലൈവ് ക്ലാസ്സസ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? അതോ റെക്കോർഡിംഗ്സ്? ഉണ്ട്. ഞാൻ ഓഫറയുടെ ഒരു 3 months ഞാൻ ഗ്യാപ്പ് എടുത്തു. പിന്നെ ഇപ്പൊ വർക്ക് ചെയ്യുന്നുണ്ട് കറന്റ്ലി. അതുകൊണ്ട് ലൈവ് ക്ലാസ്സസ് ഒക്കെ കറക്റ്റ് ആയിട്ട് പോയി. പിന്നെ ഞാൻ പറഞ്ഞില്ല, മെയിൻലി ലാസ്റ്റത്തെ ഒരു 40 ക്ലാസ്സസ് ആണ് എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ് തോന്നിയത്. അപ്പം അത് മാക്സിമം നല്ലപോലെ തന്നെ ജെന്യുവൻ ആയിട്ട് 100% കവർ ചെയ്യാൻ പറ്റിയെന്നാണ് വിശ്വാസം. ഏത് സബ്ജക്റ്റ് ആയിരിക്കും കുറച്ച് ചലഞ്ചിങ് ആയിട്ട് തോന്നിയിട്ടുണ്ടാവുക? ചലഞ്ചിങ് തോന്നിയത് കാൽക്കുലേഷൻസ് ആണ് ചലഞ്ചിങ്. പക്ഷെ എനിക്ക് അന്നും ചലഞ്ച് ഭാഗ്യത്തിന് എനിക്ക് എക്സാമിനേഷൻ ഒരു 3 to 4 എങ്ങാണ്ട് വന്നുള്ളൂ ഭാഗ്യത്തിന്. പക്ഷെ അതല്ലേ അറിയാവുന്ന എളുപ്പം. ഹാരിക മാഡം പറഞ്ഞത് തന്നെ സെയിം വന്നത്. എന്തായാലും ഈ ഒരു പ്രിപ്പറേഷൻ ജേർണിയിൽ ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ള എന്താന്ന് ഇപ്പോ
ക്ലാസ്സസ് ആണോ അതോ മെറ്റീരിയൽസ് ആണോ ഈ പറഞ്ഞ പോലെ റിവിഷൻ ആണോ? ക്ലാസ്സസ് ആണ്. എനിക്ക് സത്യം പറഞ്ഞാല് ഞാൻ ദുബായിലൊക്കെ ഫാമസ്റ്റ് ആയിട്ട് ഇരുന്നുണ്ടെങ്കിലും ഈ ഹാരിക മാഡം ആരിഫ് സാറും അവരുടെ എക്സ്പീരിയൻസിൽ നിന്ന് വരുന്ന ഒരു ഇൻഫർമേഷൻസ് ഭയങ്കര അഡ്വാൻറ്റേജ്. എനിക്ക് ഇനി ഭാവിയിലേക്കാണല്ലോ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. അത് അറിയാം, പക്ഷെ ഒത്തിരി പുതിയ പുതിയ കാര്യങ്ങള് അവര് ക്ലിനിക്കൽ ഫാർമസിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടുള്ള എക്സ്പീരിയൻസ് ചെയ്യുന്ന നോളജ് ഭയങ്കരമായിട്ട് അഡ്വാൻറ്റേജ് ആയിരുന്നു. അത് ഇനി ഫ്യൂച്ചറിലേക്കാണെങ്കിലും ഭയങ്കര ഉപകാരപ്പെടുന്ന രീതിയിലുള്ള നോളജ് ആയിരുന്നു. പ്രത്യേകിച്ച് ആരിഫ് സാറിന്റെ ഹാരിക മാഡത്തിന്റെ സൂപ്പർ ആയിരുന്നു, അടിപൊളിയായിരുന്നു. എലൈറ്റിനെ പറ്റി എങ്ങനെ ആദ്യം അറിഞ്ഞത്, അല്ലെങ്കിൽ എന്തുകൊണ്ട് എലൈറ്റിനെ ചൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു? ഞാൻ മെയിൻലി സോഷ്യൽ മീഡിയ വഴി അറിഞ്ഞത്. പിന്നെ വൈഫ് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ലൈറ്റ് എക്സ്പെർട്ടേഴ്സ് നല്ലതാണ്, ഇങ്ങനെ ഒത്തിരി ആൾക്കാർ പാസ്സാകുന്നുണ്ട്, ചൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മൾ 3 month കോഴ്സിലേക്ക് നോക്കുന്നെങ്കിൽ ഏറ്റവും കൺസൈസ്ഡ് ആയിട്ട് ഉള്ള പോർഷൻസ് തരും. അങ്ങനെ പല ഇൻസ്റ്റിറ്റ്യൂഷൻ 6 months 8 months ഒക്കെ എടുക്കുന്നത്. അപ്പം ഇതാകുമ്പോൾ 3 months. അപ്പം പിന്നെ ഞാൻ DH എഴുതിയൊരു പരിചയം ഉള്ളതുകൊണ്ട് എനിക്ക് ഫാർമക്കോളജി ഒക്കെ അത്യാവശ്യം അറിയാം. അപ്പൊ നമുക്ക് ഒത്തിരി സമയം കളയാനുമില്ല, ഒരു 3 months രീതിയിൽ അങ്ങനെയാണ് ലൈറ്റിലേക്ക് എത്തിപ്പെടുന്നത്. എങ്ങനെയുണ്ടായിരുന്നു ആരിഫ് സാറും ഹാരിക മാമും ക്ലാസ്സുകളായാലും ലാംഗ്വേജ് ഇഷ്യൂ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഇല്ല, ലാംഗ്വേജ് ഇഷ്യൂ ഒക്കെ കുഴപ്പമൊന്നുമില്ല, എല്ലാം സൂപ്പർ ആയിരുന്നു. എല്ലാം നല്ലതായിരുന്നു. പക്ഷെ ഭയങ്കര ഒത്തിരി, അതായത് ചെറിയ സമയത്തിനുള്ളിൽ ഒത്തിരി നോളേജ്, അത് പോർഷൻസ് കറക്റ്റായിട്ട് കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്യും. അതാണ് അതിന്റെ ഏറ്റവും ഗുണം. അതായത് ഇപ്പം കുറച്ചേ ഉള്ളെങ്കിലും ഫുൾ ഇൻഫോർമേഷൻസ് പറഞ്ഞു പോകുന്നുണ്ട് അതിനകത്തൂടെ, ടു ദ പോയിന്റ് കാര്യങ്ങള്. അപ്പോഴാണ് എനിക്കാണെങ്കിൽ തന്നെ ഞാൻ ലാസ്റ്റ് റിവിഷൻ ഡേയ്സിലൊക്കെ ആണെങ്കിൽ ഞാൻ ലാസ്റ്റ് ഡേ സാറിന്റെ പോർഷൻസ് ഫുള്ളി ഞാൻ ലെക്ചർ നോട്ടായിട്ട് എഴുതിയെടുത്തായിരുന്നു. സാറ് പറഞ്ഞ ക്ലാസ്സിലെ നോട്ട് മൊത്തം ലെക്ചറായിട്ട്. അപ്പൊ ഞാൻ ഒറ്റ ദിവസം കൊണ്ട് തന്നെ ആ ഫാർമക്കോളജി ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. കാരണം സാറ് ടു ദ പോയിന്റാ പറഞ്ഞേക്കുന്നത്, ഫുള്ള് ടു ദ പോയിന്റ് കാര്യങ്ങൾ. ഇത് പഠിച്ചാൽ മതി, അല്ലാതെ ഇങ്ങനെ ഫാർമക്കോളജി പറയുകയാണെങ്കിൽ ഫാർമക്കോളജി പറയുകയാണെങ്കിൽ ഒത്തിരി പറയാനുണ്ടല്ലോ. പക്ഷെ എന്താണ് പഠിക്കേണ്ടത് മാത്രം പോയിന്റ് ആയിട്ട് സാർ പറഞ്ഞായിരുന്നു. അപ്പം ഈസി ആയിരുന്നു. മോക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നോ? ഉണ്ട്, മോക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്ത് നോക്കി. മോക്ക് ടെസ്റ്റിനൊക്കെ ഒത്തിരി ചോദ്യങ്ങൾ വന്നു കേട്ടോ. മോക്ക് ടെസ്റ്റിൽ നിന്നൊക്കെ ഒത്തിരി ചോദ്യങ്ങൾ ഇത് എക്സാമിനത് വന്നിട്ടുണ്ട്. ഒത്തിരി അതുപോലെ റിലവന്റ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന വേറെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഈ വാക്സിനെ പറ്റിയൊക്കെ. അതൊക്കെ മാഡം പറഞ്ഞ പോലെ, ഹാരിക മാഡം പറഞ്ഞ പോലെ തന്നെ കറക്റ്റ് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഏതായിരുന്നു? ഓപ്പറയുടെ പ്രിപ്പറേഷൻ ടൈമിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ ഒരു ബുദ്ധിമുട്ടായി അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഇപ്പൊ ഈ ഗൈഡൻസ് ഇല്ലായിരുന്നെങ്കിൽ ചിലപ്പോ നമുക്ക് അത് പറ്റത്തില്ലായിരുന്നു, അങ്ങനെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് എവിടെയെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഞാൻ ആക്ച്വലി മാഡം ഒക്കെ പറഞ്ഞേക്കുന്ന പോലെ തന്നെയാ ഫോളോ ചെയ്തേക്കുന്നത്. ഞാൻ ബ്ലൈൻഡ്ലി മാഡത്തെ സാറിനെ ഫോളോ ചെയ്തു. അപ്പൊ ഇങ്ങനെ ഗ്രൂപ്പിലൊക്കെ ഓരോരുത്തർ ഇങ്ങനെ ഡൗട്ട്സ് ഒക്കെ പറയുമ്പോൾ, അയ്യോ അങ്ങനെ ഈ ക്വസ്റ്റ്യൻ വരുമോ, ആ ക്വസ്റ്റ്യൻ വരുമോ, അല്ല ഇത് പഠിക്കണോ അത് പഠിക്കണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ മാം ഇങ്ങനെ അയക്കുമല്ലോ, ഗ്രൂപ്പിൽ അയക്കും. അതായത് എന്താണ് ഞാൻ പഠിപ്പിക്കുന്നത് അത് പഠിച്ചാൽ മതി, യു വിൽ പാസ്. അപ്പൊ അങ്ങനെ അതെ അങ്ങനെ ഫോളോ ചെയ്തു. എക്സാം ഡേ ഞാൻ പേടിച്ചാ പോയെ. പക്ഷെ അവിടെ നിന്ന് ദൈവത്തിന്റെ ഒരു അനുഗ്രഹത്തോടെ എല്ലാം ഈ കറക്റ്റ് നമ്മൾ പഠിച്ച തന്നെ വന്നു. അതെ, ഞാൻ 2.5 hours എക്സാം ഞാനൊരു 2 hours കൊണ്ട് 2 hours അല്ല, ഞാനൊരു 1 hour 20 minutes കൊണ്ട് കംപ്ലീറ്റ് ചെയ്തു ആക്ച്വലി എക്സാം. ചിലർക്ക് ടൈം കിട്ടുന്നില്ലെന്നാ പറയുന്നത്. എനിക്കെന്തോ എനിക്ക് പഠിച്ചെല്ലാം കറക്റ്റായിട്ട് വന്നെന്നാണ് എന്റെ വിശ്വാസം. ഞാൻ 1 hour 20 minutes കംപ്ലീറ്റ് ചെയ്തു. പിന്നെ ഒരു 15 to 20 minutes എടുത്തിട്ട് ഒന്നുകൂടെ ഫുൾ ഒന്ന് ഓടിച്ചു നോക്കി. കൂടുതൽ ഞാൻ ചിന്തിക്കാൻ പോയില്ല, ഓടിച്ചു നോക്കി പിന്നെ സബ്മിറ്റ് ചെയ്തു. അപ്പൊ ഞാൻ ഇറങ്ങാൻ തന്നെ എനിക്ക് 25 minutes പിന്നെ ഉണ്ടായിരുന്നു. 2 hours കൊണ്ട് കംപ്ലീറ്റ് ചെയ്തു ആക്ച്വലി. പക്ഷെ എനിക്ക് ഭാഗ്യത്തിന് കാൽക്കുലേഷൻ ഒരു 3-4 ഉള്ളായിരുന്നു. കാൽക്കുലേഷൻസ് 4 ഉള്ളായിരുന്നു. 4 അറിയാവുന്നതായിരുന്നു. ചെയ്തപ്പോ എന്തോ ആൻസർ കിട്ടി കറക്റ്റായിട്ട്. എന്തായാലും ഓപ്പറയുടെ റിസൾട്ട് കണ്ടിട്ട് സന്തോഷമല്ലേ? അതെ, ഭയങ്കര സന്തോഷം. ഇനി ഫ്യൂച്ചറിൽ ഓപ്പറ പ്രിപ്പറേഷൻ ചെയ്യാൻ പോകുന്ന കാൻഡിഡേറ്റ്സിന് എന്തെങ്കിലും ടിപ്സ് എന്തെങ്കിലും ഒരു ടിപ്പ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ? ഞാൻ ലെക്ചറിനെക്കാട്ടി ഇവര് PDF മെറ്റീരിയൽ ഒക്കെ പഠിക്കുന്നൊക്കെ ഗ്രൂപ്പിനെ ചോദിക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് PDF നോക്കിയില്ലെങ്കിലും സാറിന്റെ മാഡത്തിന്റെ ക്ലാസ് ഫോളോ ചെയ്യുക, പറ്റുവാണെങ്കിൽ അത് ഒരു നോട്ടാക്കി എഴുതിയെടുക്കുക, പഠിക്കുക, പോയി ക്ലിയർ ചെയ്യുക, അത്രേ ഉള്ളൂ. വേറെ ഒന്നും മറിച്ചിരിക്കേണ്ട കാര്യമില്ല. അതിനായിട്ട് അവരെ ഫോളോ ചെയ്താ അതെ, പാസാം.
ശരി. അപ്പൊ ഈ ഓപ്ര കാൻഡിഡേറ്റ്സ് ഓപ്രക്ക് പ്രിപ്പയർ ചെയ്യുന്നവര് ഇപ്പം കുറച്ച് മിസ്റ്റേക്സ് എന്തെങ്കിലും നമ്മളെ സൈഡിൽ നിന്ന് പറ്റാറുണ്ട്. ഇപ്പൊ ചിലര് ഈ പറഞ്ഞ പോലെ കറക്റ്റ് ആയിട്ട് ടൈമിൽ പ്രിപ്പയർ ആക്കാറില്ല, അല്ലെങ്കിൽ ചിലര് പരീക്ഷേന്റെ സമയത്ത് ഈ കുറച്ച് നാളിരുന്ന് പഠിക്കും. അപ്പൊ അങ്ങനെ എന്ത് മിസ്റ്റേക്ക് ആയിരിക്കും കൂടുതലായിട്ട് അങ്ങനെ വരാൻ ചാൻസ് ഉള്ളത്? സ്റ്റെബിന്റെ ഒരു സൈഡിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് മിസ്റ്റേക്ക് അവോയ്ഡ് ചെയ്താൽ നമുക്ക് ഓപ്ര കുറച്ചും കൂടി നന്നായിട്ട് എഴുതാം? മിസ്റ്റേക്സ് എന്ന് പറയുമ്പം ലാഘവത്തോടെ കാണാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഇത് ആക്ച്വലി ഇതിൻ്റെതായ ടൈം കൊടുക്കണം. ഇപ്പം ചിലപ്പോൾ നമ്മൾ ഒത്തിരി പേര് പാസ്സാന്ന് കണ്ടിട്ട് ഇതിപ്പോ ഈസിയാ, നമുക്ക് 2 വീക്സിന് പഠിച്ചെടുക്കാം, അങ്ങനെ പോകരുത്. കൃത്യം അവർ പറഞ്ഞ ടൈം ഫ്ലോയിൽ തന്നെ പഠിച്ചു പോകണം. ഇത് എളുപ്പമാകുന്നത് ആക്ച്വലി നമ്മൾ ഇത്രയും നാള് അത് ക്ലാസ് ഫോളോ ചെയ്ത് പഠിച്ചു വരുന്നതുകൊണ്ടാണ് ലാസ്റ്റ് എളുപ്പമാകുന്നത്. പെട്ടെന്ന് ഒരു ദിവസം കയറി നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റത്തില്ല. അപ്പം ആ ഒരു ഇതോടെ തന്നെ പഠിച്ച് പോരണം, എന്നാലേ പറ്റത്തുള്ളൂ. ക്ലാസ് മെയിൻലി പിന്നുള്ളത് ക്ലാസ് കൃത്യമായിട്ട് ഫോളോ ചെയ്ത് പോകണം. ബാക്കപ്പ് വെക്കരുത്. ബാക്ക് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടോട്ടലി മെസ്ഡപ്പ് ആവും. കൃത്യമായിട്ട് ഫോളോ ചെയ്ത് പോകണം. അങ്ങനെയാണെങ്കിൽ കറക്റ്റ്. അതുപോലെ ആ ലാസ്റ്റ് 40 ഡേ ക്ലാസ്സസും ഒരു ക്ലാസ് പോലും മിസ് ചെയ്യാതെ കൃത്യമായിട്ട് ഫോളോ ചെയ്യണം. പിന്നെ അതുപോലെ റിവിഷന്റെ ഒരു 5 ഡേയ്സ് മുന്നേ റിവിഷൻ ക്ലാസ്സസ് പിന്നെയും കാണുക, മാക്സിമം കാണുക. സ്പീഡ് കൂട്ടിയാണെങ്കിലും പിന്നെയും കണ്ടുകൊണ്ടിരിക്കുക. അത് തന്നെ, അതിനകത്ത് എല്ലാ ചോദ്യം പറഞ്ഞു പോകുന്നുണ്ട് ആക്ച്വലി, എല്ലാ സർവ്വ കാര്യങ്ങളും. ഫൈനലി ഓപ്ര ഒരു 3 വേർഡ്സിൽ ഡിസ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞാൽ എന്തായിരിക്കും പറയാ? 3 വേർഡ്സില് എന്നാ പറയുന്നത്? 3 വേർഡ്സിൽ പറയുമ്പം ഹാർഡ് വർക്ക് ചെയ്താൽ എന്തായാലും പാസ്സാവും. ശരി. അപ്പൊ എന്തായാലും ഒന്നും കൂടി കൺഗ്രാറ്റ്സ്. താങ്ക് യു. ഷെബിന്റെ സന്തോഷത്തിൽ ഒരു ഭാഗമാവാൻ പറ്റിയത് തന്നെ. എന്തായാലും ഷെബിന് ഓൾ ദ ബെസ്റ്റ് ഫ്യൂച്ചറിലും. താങ്ക് യു ഫോർ ചൂസിങ് എലൈറ്റ് എക്സ്പെർട്ടൈസ്. താങ്ക് യു. താങ്ക് യു.